ദുര്യോധനനെ നേരിടുവാനുള്ള ആദ്യമമായ ആവേശത്തോടെ ഭീമസേനൻ തകർന്ന കൗരവ വ്യൂഹത്തിന്റെ ഉള്ളിലേക്ക് കുതിച്ചു. ദുര്യോധനനും സഹോദരന്മാരും മറ്റും അനുയായികളും കൂടിച്ചേർന്ന് ഭീമനോട് ഏറ്റുമുട്ടി. ദുര്യോധനനെ നേരിൽ കണ്ടപ്പോൾ ഭീമസേനൻ ആക്രോശിച്ചു. ഇപ്പോൾ തന്നെ ദുര്യോധനനെ വകവരുത്തി കളയുമെന്ന് അലറിക്കൊണ്ട് ഭീമസേനൻ തേരിൽ നിന്ന് ഗദയുമായി താഴേക്ക് ചാടി. അപ്പോഴേക്കും ഭീമനെ ദുര്യോധനനടക്കം അസംഖ്യം കൗരവ മുഖ്യന്മാരും സൈന്യങ്ങളും വളഞ്ഞു. ഭീമനാകാട്ടെ ഒട്ടും പതറിയില്ല. കൂസൽ കൂടാതെ അനായാസേനെ അവൻ ഗദ വീശി ചുറ്റിയടിച്ച് തൻ്റെ നേർക്ക് വരുന്ന ബാണങ്ങളെ തടഞ്ഞ് ഛിന്ന ഭിന്നമാക്കുകയും എതിരാളികളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ എത്തിയ ദൃഷ്ടദ്യുമ്നൻ ഭീമസേനനെ തേരിൽ കാണാതെ ആശങ്കാകുലനായി തേരാളിയോട് ചോദിച്ചു, വിശോക, ഭീമൻ എന്തു സംഭവിച്ചു? എൻ്റെ ജീവനേക്കാളും കൂടുതലായി ഞാൻ സ്നേഹിക്കുന്ന വായുപുത്രൻ എവിടെ? വിശോകൻ പറഞ്ഞു. തേരിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അക്ഷമനായി അദ്ദേഹം ഗദയുമെടുത്ത് പുറത്തേക്ക് ചാടി. അതാ അങ്ങകലെ ദുര്യോധനാദികളെ കൊണ്ട് സിംഹത്തെ പോലെ നിന്ന് പോരാടുന്നു. ദൃഷ്ടദ്യുമ്നൻ തൻ്റെ തേർ മുന്നോട്ട് തെളിച്ചു. ചത്തുമലച്ചു കിടക്കുന്ന ജഡങ്ങളെ കണ്ടപ്പോൾ ഇതെല്ലാം ഭീമന്റെ വീരപ്രവൃത്തികൾ കൊണ്ടാണെന്ന് ദൃഷ്ടദ്യുമ്നന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ തേര് ഭീമന്റെ സമീപത്തെത്തി. ഗദ പ്രയോഗിക്കുന്നതിലുള്ള ഭീമന്റെ പാടവം കണ്ട് ദൃഷ്ടദ്യുമ്നൻ അമ്പരന്ന് നിന്നുപോയി. ദുര്യോധനനും സഹോദരന്മാരും ഉൾപ്പെടെ നൂറുകണക്കിനുള്ള യോദ്ധാക്കളോട് ഒരേ സമയം ഏകനായി നിർഭയനുമായി പൊരുതിക്കൊണ്ട് നിൽക്കുന്ന ഭീമസേനനെ അദ്ദേഹം തൻ്റെ രഥത്തിൽ കയറ്റി. ഭീമന്റെ ശരീരത്തിൽ പലയിടത്തും അമ്പുകൾ തറച്ചിരുന്നു. മുറിവുകളിൽ കൂടി രക്തം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ഭീമൻ ക്ഷീണിതനുമായിരുന്നു. പിന്നണിയിലേക്ക് കൊണ്ടുപോയി ചില ഉപചാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഭീമസേനന്റെ ക്ഷീണമൊക്കെ മാറി. അവൻ പൂർവാധികം ഉന്മേഷത്തോടെ പടക്കളത്തിലേക്ക് കുതിച്ചു. ദൃഷ്ടദ്യുമ്നനും അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇരുവരും കൂടി ശത്രുക്കളെ എതിരിട്ടു. ഭീമസേനനെ ഒറ്റയ്ക്ക് തങ്ങളുടെ മധ്യത്തിൽ കിട്ടിയപ്പോൾ അവനെ വധിക്കാമെന്നുള്ള വ്യാമോഹത്തോടെയാണ് ദുര്യോധനാദികൾ അടരാടിയത്. എന്നാൽ തങ്ങളുടെ വലയത്തിൽ നിന്ന് ദൃഷ്ടദ്യുമ്നൻ ഭീമസേനനെ മോചിപ്പിച്ചുകൊണ്ടുപോയപ്പോൾ അവർ നിരാശരായി. ഭീമനും ദൃഷ്ടദ്യുമ്നനും കൂടി രംഗത്ത് പ്രവേശിച്ചപ്പോൾ നഷ്ടപ്പെട്ട സന്ദർഭം വീണ്ടും ലഭിച്ചുവെന്നുള്ള സന്തോഷത്തോടെ ദുര്യോധനനും സഹോദരന്മാരും അവരെ ആക്രമിച്ചു. അത്യുഗ്രമായൊരു സംഘട്ടനമാണ് നടന്നത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദൃഷ്ടദ്യുമ്നൻ പെട്ടെന്നൊരു മോഹനാസ്ത്രം തൊടുത്തയച്ചു. എതിരാളികളുടെ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്ന മോഹനാസ്ത്രം കൗരവരുടെ ഇടയിൽ പതിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദുര്യോധനാദികൾ യുദ്ധകാര്യമെന്നൊക്കെ മറന്ന് ആയുധങ്ങൾ താഴെയിട്ടു. അങ്ങിങ് ഓടിക്കളിക്കുവാനും പൊട്ടിച്ചിരിക്കുവാനും പാട്ടുപാടുവാനും ഒക്കെ തുടങ്ങി. ഭീമസേനനും ദൃഷ്ടദ്യുമ്നനും കൂട്ടുകാർക്കും ദുര്യോധനാദികളുടെ കുട്ടിക്കളി വളരെയേറെ നേരം പോക്കിനിടയാക്കി. ഈ സമയത്ത് പോർക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ദ്രോണാചാര്യനും പാഞ്ചാല രാജാവായ ദ്രുപദനും കൂടി ഘോരമായ പോരാട്ടം നടത്തുകയായിരുന്നു. ഇരുകൂട്ടരും കടുത്ത വൈരികളായിരുന്നതിനാൽ കൗരവ പാണ്ഡവ പക്ഷപാതികൾ എന്നതിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായ വൈരാഗ്യത്തോടെയാണ് പോരാടിക്കൊണ്ടേയിരുന്നത്. ദ്രുപദന്റെ സാമർഥ്യമൊന്നും ദ്രോണനെ തോൽപ്പിക്കുവാൻ കഴിയുന്നവയായിരുന്നില്ല. ദ്രോണാചാര്യർ ദ്രുപദനെ നിശിതമായി എതിർക്കുകയും അയാളെ വധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അസ്ത്രങ്ങൾ വർഷിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ദ്രുപദൻ പടക്കളത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. വിജയഭേരി മുഴക്കിക്കൊണ്ട് ദ്രോണൻ ഭീമനോട് എതിരിട്ടു. അപ്പോഴാണ് ദുര്യോധനാദികളുടെ പാട്ടും കൂട്ടും കാണുവാനിടയായത്. അദ്ദേഹം ഇത് കണ്ട് ലജ്ജിച്ചു. ആരോ മോഹനാസ്ത്രം ഏതാണ് ഇതിനിടയാക്കിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഉടൻ തന്നെ പ്രജ്ഞാസ്ത്രം ഉപയോഗിച്ചു. അതോടെ ദുര്യോധനാദികളുടെ ബുദ്ധി തെളിഞ്ഞു. പരിസരബോധമുണ്ടായപ്പോൾ ദുര്യോധനന് ഭീമനോടും ദൃഷ്ടദ്യുമ്നനോടും അതിരറ്റ കോപം തോന്നി. ദിജ്യംപ്രതവീര്യത്തോടെ ദുര്യോധനൻ പോരാട്ടം തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഈ രംഗം കണ്ടു. അദ്ദേഹം ഉടൻ തന്നെ അഭിമന്യുവിന്റെ നേതൃത്വത്തിൽ ഏതാനും രാജാക്കന്മാരെയും അസംഖ്യം ഭടന്മാരെയും ഭീമന്റെ തുണയ്ക്കയച്ചു കൊടുത്തു. അതോടെ രോമാഞ്ചകഞ്ചുകമായ ഒരു സംകുല യുദ്ധമാണ് ദുര്യോധനന്റെ നേതൃത്വത്തിൽ നടന്നത്. കൗരവരും ഭീമസേനന്റെ നേതൃത്വത്തിൽ പാണ്ഡവരും കൂടി നടത്തിയത് രോമാഞ്ചകഞ്ചുകമായ യുദ്ധം തന്നെയാണ്. കൗരവരുടെ സഹായത്തിന് ദ്രോണാചാര്യരും അവിടെ ഉണ്ടായിരുന്നു. ദുര്യോധനോടൊപ്പം ദുർമുഖൻ, ദുർജയൻ, ദുർമർഷന്, ശത്രുഞ്ജയൻ, ശത്രുസഹൻ, വികർണൻ, ജയസേനൻ തുടങ്ങിയ ഏതാനും സഹോദരന്മാരും ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രപുത്രന്മാരെ നേരിൽ കണ്ടപ്പോൾ ഭീമന്റെ വൈര്യം ശതഗുണീഭവിച്ചു. ഇപ്പോൾ തന്നെ അവരെയൊക്കെ കൊല്ലുകുമെന്ന് അലറിക്കൊണ്ട് ഭീമസേനൻ ഇരയെ കണ്ട സിംഹത്തെ പോലെ അവരുടെ മേൽ ചാടി വീണു. അഭിമന്യുവും പാഞ്ചാലി പുത്രന്മാരും കേകേയ രാജാക്കന്മാരെയും ഭീമനെയും ദൃഷ്ടദ്യുമ്നനെയും സഹായിച്ചുകൊണ്ടിരുന്നു.
എതിരാളികളുടെ തേരിൽ പൂട്ടിയിരുന്ന കുതിരകളെ എയ്തു വീഴ്ത്തി. ധ്വജം ഒടിഞ്ഞു വീണു. സൂതന്മാർ ചത്തുമലച്ചു. ശക്തിയായി നെഞ്ചിൽ തറച്ചു കയറിയ അസ്ത്രമേറ്റ് വികർണൻ തേരിൽ നിന്നും മറിഞ്ഞു. അവിടെ നിന്ന് വീണു മരിക്കുകയും ചെയ്തു. ദുർമുഖന്റെ നേർക്ക് ചാടിയ വേൽ കൊണ്ട് അവൻ പരലോകം പോയി. മറ്റു സഹോദരന്മാരെയും കൊന്നുകൊണ്ട് ഭീമസേനൻ മരണനൃത്തം നടത്തുകയായിരുന്നു. ദുര്യോധനൻ അമ്പേറ്റ് ക്ഷീണിതനായി. ഇത് കണ്ട് സാല്യനായ ജയദ്രഥൻ ഓടിയെത്തി. ദുര്യോധനനെ തൻ്റെ രഥത്തിൽ കയറ്റിയിരുത്തി. ജയദ്രഥൻ പാണ്ഡവരോട് ഏറ്റുമുട്ടി. എന്നാൽ അവന് കാര്യമായി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. അഭ്യവസ്ഥാപിതമായ വിധത്തിൽ അനിയന്ത്രിതമായൊരു യുദ്ധമാണ് അപ്പോൾ അവിടെ നടന്നത്. ഗജാശ്വങ്ങളും അശ്വങ്ങളും ഇടകലർന്ന് ഇരുപക്ഷത്തെയും യോദ്ധാക്കൾ എന്തു ചെയ്യുമെന്നറിയാത്ത മട്ടിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. ഇന്നത്തെ യുദ്ധം മതിയാക്കി ഇരു സേനകളും തങ്ങളുടെ കൈനിലകളിലേക്ക് മടങ്ങി. ഇരുപക്ഷത്തെയും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. എങ്കിലും കൗരവർക്കേറ്റ ആഘാതം കഠിനമായിരുന്നു. ഭീമസേനനും ദൃഷ്ടദ്യുമ്നനും കൂടിയാണ് ഇത് വരുത്തിവെച്ചത്. ശിബിരത്തിൽ എല്ലാവരും മടങ്ങിയെത്തപ്പോൾ ഭീമനും ദൃഷ്ടദ്യുമ്നനെയും ആകാംക്ഷയോടെ കാത്തിരുന്ന യുധിഷ്ഠിരൻ എല്ലാവരെയും അനുമോദിച്ചു. യുധിഷ്ഠിരൻ ഭീമനെയും ദൃഷ്ടദ്യുമ്നനെയും ആലിംഗനം ചെയ്തു. 6-ാം ദിവസത്തെ യുദ്ധത്തെപ്പറ്റിയുള്ള സഞ്ജയന്റെ വിവരണം കേട്ട ധൃതരാഷ്ട്രർക്ക് വ്യസനവും നിരാശയുമുണ്ടായി. അദ്ദേഹം പല പ്രാവശ്യം ദീർഘമായി നിശ്വസിച്ചു. പാണ്ഡവന്മാരുടെ നന്മ കൊണ്ടാണ് അവർ യുദ്ധത്തിൽ ജയിക്കുന്നതെന്നും തൻ്റെ പുത്രന്മാർ ദുഷ്ടന്മാരായതുകൊണ്ടാണ് അവർക്ക് അടിക്കടി പരാജയം വരുന്നതെന്നും പറഞ്ഞു. തൻ്റെ ഏതാനും പുത്രന്മാരുടെ മരണത്തെപ്പറ്റി ചിന്തിച്ച് അദ്ദേഹം വിലപിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് സഞ്ജയന് ധൃതരാഷ്ട്രനോട് അനുകമ്പയൊന്നും തോന്നിയില്ല. ഇതെല്ലാം ധൃതരാഷ്ട്രൻ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിച്ച് മക്കളെ നിയന്ത്രിക്കാതിരുന്നതുകൊണ്ട് ഉണ്ടായതെന്നതായിരുന്നു സഞ്ജയന്റെ അഭിപ്രായം. 6-ാം ദിവസത്തെ യുദ്ധാന്ത്യത്തിൽ ദുര്യോധനൻ ആകെ തളർന്നുപോയിരുന്നു. അവൻ്റെ ശരീരത്തിൽ പലയിടത്തും മുറിവേറ്റിരുന്നു. തൻ്റെ ഏതാനും സഹോദരന്മാരുടെ മരണം കൊണ്ടുപോയ വ്യഥ അവൻ അടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ആഹാരം കഴിക്കുവാൻ ഒരു രുചിയും തോന്നിയില്ല. ആശേഷം ഉറങ്ങുവാനും കഴിഞ്ഞില്ല. അങ്ങനെ യുദ്ധത്തിൻ്റെ 7-ാം ദിവസം പിറന്നു. പ്രഭാതത്തിനു മുമ്പ് തന്നെ അവൻ ഭീഷ്മരുടെ ശിബിരത്തിലെത്തി. മഹാമയൻ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം പെട്ടെന്ന് നിർവഹിച്ചിട്ട് അദ്ദേഹം ദുര്യോധനനോട് കുശലം അന്വേഷിച്ചു. ദുര്യോധനൻ ക്രോധത്തോടും വ്യസനത്തോടും കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് പിതാമഹന് മനസ്സിലായി. ഭീഷ്മ ദ്രോണാദികളുടെ ഉദാസീനത കൊണ്ടാണ് കൗരവർക്ക് അടിക്കടി പരാജയമുണ്ടാകുന്നതെന്നും ദുര്യോധനന്റെ ആവലാതി പൂർണ്ണമായും ഭീഷ്മരെ ബോധിപ്പിക്കുകയും ചെയ്തു. അവർ ഉള്ളാലെ പാണ്ഡവരെ സഹായിക്കുന്നുണ്ടോ എന്ന് പോലും ദുര്യോധനൻ സന്ദേഹിക്കുന്നതായി സൂചിപ്പിച്ചു. ഇങ്ങനെയാണെങ്കിൽ കൗരവർ എങ്ങനെ വിജയിക്കുമെന്ന ആശങ്ക അവർ പ്രകടമാക്കി. ഭീഷ്മൻ എല്ലാം സശ്രദ്ധം കേട്ടു. അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, നീ വെറുതെ ഇങ്ങനെയൊക്കെ ശങ്കിക്കുകയാണ്. എനിക്ക് ആത്മാർത്ഥതയില്ലെന്ന് പറയുന്നത് നിന്റെ വിവരക്കേടുകൊണ്ടാണ്. ഈ യുദ്ധത്തിൽ നിങ്ങളുടെ വിജയമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കഴിവുകൾ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാനൊന്നു പറയട്ടെ, നാം എതിർക്കുന്നത് സർവശക്തനായ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നുള്ള കാര്യം നീ വിസ്മരിക്കരുത്. ഈശ്വരനെ ആർക്കും ജയിക്കുവാൻ സാധ്യമല്ല. ഈശ്വരനെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കുവാനും പാടില്ല. അതിനാൽ അവസാനത്തെ വിജയം പാണ്ഡവരുടേതേ ആയിരിക്കും. പക്ഷെ അത് വിചാരിച്ച് യുദ്ധം ചെയ്യാതിരിക്കുകയോ അശ്രദ്ധ കാണിക്കുകയോ ഞാൻ ചെയ്യില്ല. ഞാൻ അവസാനം വരെ നിങ്ങൾക്ക് വേണ്ടി പോരാടും. എൻ്റെ പരാക്രമം നീ കണ്ടു കഴിഞ്ഞതാണ്. എന്നിരുന്നാലും ഇനിയും കാണുവാനിരിക്കുന്നതേയുള്ളൂ. എന്തു സംഭവിച്ചാലും അതെൻ്റെ ആത്മാർത്ഥതക്കുറവ് കൊണ്ടാണെന്ന് കരുതരുത്. ഇന്നത്തെ യുദ്ധം കണ്ടോളൂ. ഞാൻ പാണ്ഡവരെ നിശേഷം കൊന്നുപിടിക്കും. ഇത്രയും പറഞ്ഞിട്ട് വിശല്യകരണി എന്ന ദിവ്യ ഔഷധം ഭീഷ്മർ ദുര്യോധനന് നൽകി. അവൻ ഔഷധത്തെ ശരീരമാസകലം തൊട്ടു തടവിയതോടെ മുറിവുകളെല്ലാം തന്നെ ഉണങ്ങി. വേദന നീങ്ങി ശരീരം പൂർവാധികം വീര്യവത്തായി തീർന്നു. ദുര്യോധനന് സമാധാനമായി. അവൻ സമാധാനത്തോടെ ശിബിരത്തിലേക്ക് മടങ്ങി. പോർച്ചട്ടയണിഞ്ഞ് യുദ്ധലഹരിയിൽ മുഴുകി തൻ്റെ സൈന്യങ്ങളെയും നായകന്മാരെയും സമീപിച്ച് ഭീഷ്മർ നൽകിയ ഉറപ്പ് അവരെയെല്ലാം അറിയിച്ചു. എല്ലാവരും ആവേശഭരിതരായി കൊമ്പ്, കുഴൽ, പെരുമ്പറ തുടങ്ങിയ വാദ്യങ്ങൾ കൊണ്ട് കോലാഹലം മുഴക്കി. ഉച്ചത്തിൽ അട്ടഹസിക്കുകയും ചെയ്തു. ആർത്ത് വിളിച്ചുകൊണ്ട് പോർക്കളത്തിലേക്ക് കുതിച്ചു. ഭീഷ്മർ മണ്ഡലവ്യൂഹം ചമച്ചാണ് തൻ്റെ സൈന്യങ്ങളെ 7-ാം ദിവസം യുദ്ധത്തിന് സജ്ജമാക്കിയത്. ആന, കുതിര, രഥം, കാലാളിൽ തന്നെ വൈവിധ്യമുള്ളവർ എന്നിവരെ ഒരു ക്രമത്തിൽ ഇടകലർത്തി നിർത്തിയിട്ട് ഏകദേശം ഒരു വൃത്താരൂപേണം പോലെയുള്ള ഒരു മണ്ഡലമാണ് ഈ പറയുന്ന മണ്ഡലവ്യൂഹം. പ്രധാന സ്ഥാനങ്ങളിലെല്ലാം തന്നെ നേതാക്കന്മാർ നിലയുറപ്പിച്ചു. അപ്പോഴേക്കും പാണ്ഡവപ്പടയെ ആർത്തു വിളിച്ചുകൊണ്ട് പടക്കളത്തിലെത്തി.
കൗരവരുടെ മണ്ഡലവ്യൂഹം കണ്ട അപ്പോൾ തന്നെ വജ്രവ്യൂഹം ചമച്ച് ശക്തിയായി നേരിടുവാനാണ് ദൃഷ്ടദ്യുമ്നൻ തീരുമാനിച്ചത്. വജ്രവ്യൂഹത്തെ സുരക്ഷിതമായ നിലയിൽ സംഘടിപ്പിച്ചു. അതോടെ യുദ്ധം ആരംഭിച്ചു. കൗരവസേനയ്ക്ക് കഴിഞ്ഞ 6 ദിവസത്തെ യുദ്ധത്തിനിടയിൽ വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അത് അവരുടെ യുദ്ധാവേശത്തിന് തടസ്സമായിരുന്നില്ല. പരാജയം വിസ്മരിച്ചവർ പടവെട്ടുവാൻ ആരംഭിച്ചു. താരതമ്യേന നോക്കുമ്പോൾ പാണ്ഡവന്മാർ കഴിഞ്ഞ ദിവസങ്ങളിലെ യുദ്ധങ്ങളിൽ വിജയികളായിരുന്നുവെങ്കിലും അവർ അഹങ്കാര ലേശമെന്നിയ അംഗം വെട്ടി. ഇരുകൂട്ടരും തുല്യബലത്തോടും വാശിയോടും കൂടിയാണ് 7-ാം ദിവസത്തെ യുദ്ധം ആരംഭിച്ചത്. തുടക്കത്തിൽ ദ്വന്ദ്വയുദ്ധമായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരെ സഹായിക്കുവാനെത്തി. അപ്പോൾ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ സ്വഭാവം മാറി സങ്കുല യുദ്ധത്തിൻ്റെ രീതിയിലായി. ദുര്യോധനൻ മണ്ഡലവ്യൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടെല്ലാം വീക്ഷിച്ചു. മഹാമയൻ മത്സ്യരാജാവിനോടും അശ്വത്ഥാമാവ് ശിഖണ്ഡിയോടും ഹാർദിക്യൻ ഭീമനോടും രാജസംഘം മുഴുവൻ അർജുനനോടും ഏറ്റുമുട്ടി. അതുപോലെ ഓരോരുത്തരും അവർക്ക് പറ്റിയ പ്രതിയോഗിയെ തിരഞ്ഞെടുത്ത് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ദുര്യോധനൻ ദൃഷ്ടദ്യുമ്നനോടാണ് അടരാടിയത്. തലേ ദിവസത്തെ യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നനോട് ഏറ്റുമുട്ടിയപ്പോൾ പിൻവാങ്ങേണ്ടി വന്നതിൻ്റെ കുറവ് നികത്തണമെന്നുള്ള വാശിയോടും വൈരാഗ്യത്തോടും കൂടിയാണ് ദുര്യോധനൻ യുദ്ധം ആരംഭിച്ചത്. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയും ചെയ്തു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോഴേക്കും ദൃഷ്ടദ്യുമ്നൻ ദുര്യോധനന്റെ കുതിരകളെയും സൂതനെയും കൊന്നു. ദുര്യോധനൻ തേരിൽ നിന്ന് താഴേക്ക് ചാടി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷണ്ണനായി നിൽക്കുമ്പോൾ ശകുനി പെട്ടെന്ന് അവിടെ എത്തി. അവനെ തേരിൽ കയറ്റി പിന്നണിയിലേക്ക് കൊണ്ടുപോയി. മഹാരഥന്മാരായ അനേകം രാജാക്കന്മാരോടാണ് അർജുനൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തത്. അവൻ്റെ ഗാണ്ഡീവത്തിൽ നിന്നുതിർന്ന ഘോരനാദം പോർക്കളമാകെ മാറ്റലി കൊണ്ടു. ശക്തി, തോമരം, നാരായം, ഗദ, പരിഖം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് രാജാക്കന്മാർ അർജുനനോട് എതിരിട്ടു. എന്നാൽ സവ്യസാചിയുടെ ശരവേഗത്തെ തടുക്കുവാൻ രാജാക്കന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ തളർന്നു. അവരുടെ ചുറ്റുമുണ്ടായിരുന്ന അസംഖ്യം ഗജങ്ങളും അശ്വങ്ങളും ചത്തുവീണു. രാജാക്കന്മാർ പരിഭ്രാന്തരായിപ്പോയി. അവരെല്ലാം പാർത്ഥരെ ഭയപ്പെട്ട് മഹാമയൻ ഭീഷ്മരുടെ അടുത്തിലേക്ക് ഓടി. ഇതു മനസ്സിലാക്കിയ മഹാമയൻ ഭീഷ്മർ പ്രതിയോഗിയായ വിരാടനെ വിട്ടിട്ട് കിരീടിയോട് ഏറ്റുമുട്ടി. അപ്പോഴേക്കും അവിടെ എത്തിയ ദുര്യോധനൻ എല്ലാവരോടുമായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഹേ രാജാക്കന്മാരെ, ഇതാ ഭീഷ്മർ ധനഞ്ജയനോട് പോരാടുന്നു. അദ്ദേഹം തൻ്റെ ജീവൻ കളഞ്ഞുകൊണ്ടാണ് പോരാടുന്നത്. ഹേ ഭാരതവീരന്മാരെ, എല്ലാവരും ചേർന്ന് ഭീഷ്മരെ സഹായിക്കുക. ദുര്യോധനന്റെ ആഹ്വാനം കേട്ട് വിജൃംഭിത വീര്യരായി രാജാക്കന്മാർ ഭീഷ്മരുടെ ചുറ്റിനും കൂടി നിന്നുകൊണ്ട് അർജുനനെ ആക്രമിച്ചു. എങ്കിലും അർജുനൻ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഭീഷ്മൻ വിരാടനെ വിട്ടിട്ട് അർജുനനോട് എതിർക്കുവാൻ പോയപ്പോൾ ദ്രോണർ വിരാട രാജാവിനോട് ഏറ്റുമുട്ടി. പൂർവൈരികളായ അവർ രണ്ടുപേരും ശസ്ത്രവിദ്യയിൽ അപാര കഴിവുള്ളവരായിരുന്നുവെങ്കിലും ദ്രോണാചാര്യന്റെ മുന്നിൽ അധിക നേരം വിരാട രാജാവിനെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ദ്രോണൻ വിരാടന്റെ സൂതനെയും കുതിരകളെയും കൊന്നുവീഴ്ത്തി. തേര് ചിന്ന ഭിന്നമാക്കി. തേരിൽ നിന്ന് താഴ്ത്തു ചാടിയാണ് വിരാടൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. തൻ്റെ അച്ഛൻ്റെ ഗതികേട് കണ്ടറിഞ്ഞ പുത്രൻ ശംഖൻ വിരാടന്റെ രക്ഷയ്ക്കെത്തി. വിരാടനെ തൻ്റെ രഥത്തിൽ കയറ്റി ഇരുവരും വീറോടെ ദ്രോണനെ ആക്രമിച്ചു. എന്നാൽ അധികം താമസിയാതെ ദ്രോണന്റെ അസ്ത്രങ്ങൾ മാറിത്തറച്ച് ശംഖൻ തേരിൽ നിന്ന് താഴെ വീണു. അവൻ പരലോകം പൂകി. മകന്റെ മരണം വിരാടന്റെ ക്രോധം വർദ്ധിപ്പിച്ചതേയുള്ളൂ. എന്തു വന്നാലും ദ്രോണനെ കൊല്ലണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ വിരാടൻ ആക്രമണത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. അപ്പോഴേക്കും അശ്വത്ഥാമാവ് ദ്രോണനെ സഹായിക്കുവാനെത്തി. വിരാടന്റെ പക്ഷത്തും സഹായികൾ എത്തുകയുണ്ടായി. ഈ സമയത്ത് പടക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് സാത്വികിയും അലംബുഷൻ എന്ന രാക്ഷസ വീരനും കൂടി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാത്വികിയുടെ അജേയമായ പരാക്രമവും ശസ്ത്രലാഘവവും അലംബുഷനെ മുട്ടുകുത്തിച്ചു. സാത്വികിയുടെ ആക്രമണത്തെ തടുത്തു നിർത്തുവാൻ കഴിയാതെ രാക്ഷസൻ മുന്നണിയിൽ നിന്ന് ഓടിപ്പോയി കളഞ്ഞു. അർജുനന് നാഗകന്യകയിലുണ്ടായ പുത്രനാണല്ലോ ഈരാവാൻ. അവൻ യുദ്ധാരംഭം മുതൽക്ക് തന്നെ പാണ്ഡവന്മാരുടെ സഹായത്തിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത്ഭുത പരാക്രമിയായിരുന്നു ഈരാവൻ. വിന്ദന്മാരോട് എതിർത്ത് അവരെയും പാലായനം ചെയ്യിപ്പിച്ചവനാണ് ഈരാവൻ. അത് കഴിഞ്ഞപ്പോഴാണ് പ്രാഗ്ജ്യോതിഷ ചക്രവർത്തിയും നരകാസുരന്റെ പുത്രനുമായ ഭഗദത്തൻ പ്രസിദ്ധമായ തൻ്റെ കൊമ്പനാനയുടെ പുറത്തു കയറി യുദ്ധക്കളത്തിലെത്തിയത്. ഭഗദത്തൻ്റെ അത്ഭുതകരമായ പരാക്രമം കൊണ്ടും അജയ്യമായ ശക്തി കൊണ്ടും പാണ്ഡവസേനയ്ക്ക് കടുത്ത നഷ്ടം നേരിട്ടു. ഭീമസേനന്റെ പുത്രനായ ഘടോത്കചൻ ഭഗദത്തനോട് എതിരിട്ടുവെങ്കിലും അവൻ അധിക നേരം പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഭഗദത്തൻ പാണ്ഡവ വ്യൂഹത്തെ മുഴുവൻ ചിന്നിച്ചിതറിച്ച് പിന്നിലേക്ക് ഓടിച്ചു.
അത് കണ്ട് കൗരവ പ്രമാണികൾക്ക് ആർത്തു വിളിച്ചു. ഈ സമയത്താണ് നകുല സഹദേവന്മാർ പരാജിതനാക്കപ്പെട്ട ശല്യൻ പാലായനം ചെയ്യുന്നത് കൗരവ നേതാക്കന്മാർ കണ്ടത്. തന്മൂലം ഭഗതത്തിൻ്റെ വിജയത്തിലുണ്ടായ ആഹ്ലാദത്തിമിർപ്പ് സ്വയം കെട്ടടങ്ങി. യുദ്ധകളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഭയങ്കര സംഘട്ടനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. മധ്യാഹ്ന സൂര്യൻ്റെ കൊടുന്താപം വിസ്മരിച്ച് ഇരുവിഭാഗക്കാരും പോരാടി. യുധിഷ്ഠിരൻ്റെ ഏതാനും അശ്വാരൂഢ സേനയോടൊപ്പം പടക്കളത്തിലെത്തി. അന്നത്തെ യുദ്ധത്തിൽ അതുവരെ ഏറെക്കുറെ ശാന്തനായിരുന്ന യുധിഷ്ഠിരൻ ഒരു ഉഗ്രമൂർത്തിയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ശ്രുതായുസിനെ തന്നെയാണ് അദ്ദേഹം വന്നയുടൻ കണ്ടത്. കൗരവപക്ഷത്ത് ഒരു അക്ഷൗഹിണിയുടെ നായകത്വം വഹിച്ചിരുന്ന രാജാവാണ് ശ്രുതായുസ്. യുധിഷ്ഠിരനും ശ്രുതായുസും കൂടി ഏറ്റുമുട്ടി. ശ്രുതായുസ് യുധിഷ്ഠിരൻ്റെ അശ്വഭടന്മാരെ തകർത്തു. തീക്ഷ്ണമായ ഒരു ബാണം കൊണ്ട് യുധിഷ്ഠിരനെ മുറിവേൽപ്പിച്ചു. യുധിഷ്ഠിരൻ്റെ തേരും തകർത്തു. ഇത്രയുമായപ്പോഴേക്കും സ്വത്തമേ ശാന്തപ്രകൃതനായിരുന്ന യുധിഷ്ഠിരൻ കോപം കൊണ്ടലറി. യുധിഷ്ഠിരൻ്റെ അതുവരെ കണ്ടിട്ടില്ലാത്ത രൗദ്രഭാവം കണ്ടവർ പകച്ചുപോയി. യുധിഷ്ഠിരൻ ക്രുദ്ധനായ ഒരു സിംഹത്തെ പോലെ ശ്രുതായുസനെ ആക്രമിച്ചു. അവൻ്റെ കുതിരകളെയും തേരിനെയും നശിപ്പിച്ചു. സൂതനെ കൊന്നു. ശ്രുതായുസിനെ തന്നെ കൊല്ലണമെന്നുള്ള ഘട്ടത്തിലെത്തി. ശ്രുതായുസ് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അത്ര ഭയങ്കരമായിരുന്നു യുധിഷ്ഠിരൻ്റെ ആക്രമണം. യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് ചേകി താനനും കൃപാചാര്യരും കൂടിയാണ് യുദ്ധം ചെയ്തത്. രണ്ടുപേരും തുല്യമായി പോരാടി. ആർക്കും ആരെയും ജയിക്കുവാൻ കഴിഞ്ഞില്ല. രണ്ടുപേർക്കും രഥം നഷ്ടപ്പെട്ടു. വിരധന്മാരായി പിന്നെയും പോരാടിക്കൊണ്ടേയിരുന്നു. അവർക്കിരുവർക്കും ആരോ ചിലർ തേരുകൊണ്ട് അപ്പോൾ കൊടുത്തു. തേരിൽ നിന്ന് പിന്നെയും അവർ യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. അഭിമന്യു ദുര്യോധനന്റെ സഹോദരന്മാരുമായിട്ടാണ് പോരാടിയത്. പാർത്ഥന്റെ പുത്രൻ അവരെ നിഷ്പ്രയാസം തോൽപ്പിച്ചോടിച്ചു. ഭീഷ്മരും അർജുനനും കൂടി യുദ്ധം നടത്തുകയായിരുന്നുവല്ലോ. ഭീഷ്മരെ സഹായിക്കുവാൻ അസംഖ്യം രാജാക്കന്മാർ എത്തിയിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട സുശർമാവ് എന്ന രാജാവ് അർജുനനെ കഠിനമായി ആക്രമിച്ചു. എങ്കിലും അയാൾക്കൊരൊറ്റ ശരം പോലും വിജയന്റെ ശരീരത്തിൽ കൊള്ളിക്കുവാൻ കഴിഞ്ഞില്ല. മറ്റു രാജാക്കന്മാരും ഇടതടവില്ലാതെ ശരങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. അക്കൂട്ടത്തിൽ അഭ്യാസിയായ ത്രികർത്ത രാജാവും ഉണ്ടായിരുന്നു. എങ്കിലും സവ്യസാചി അതൊന്നും കാര്യമായി എടുത്തതേയില്ല. തൻ്റെ നേർക്ക് വന്നുകൊണ്ടിരുന്ന എല്ലാ അമ്പുകളെയും തടുത്തുകൊണ്ട് എതിരാളികളുടെ നേരെ അനായാസമായ അമ്പുകൾ അയച്ച് അവരെയെല്ലാം വിഷമിപ്പിക്കുകയാണ് അർജുനൻ ചെയ്തത്. ഇവർക്കെല്ലാം നടുനായകന്മാരായിരിക്കുന്ന ഭീഷ്മ പിതാമഹനെ തന്നെ കൊന്നാൽ രാജാക്കന്മാർ സ്വയം ഒടുങ്ങിക്കൊള്ളുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അർജുനൻ ഭീഷ്മനെ തന്നെ ലക്ഷ്യമാക്കി ശരപ്രയോഗം തുടങ്ങി. ഇതിനിടയ്ക്ക് രാജാക്കന്മാർ ഓരോരുത്തരായി മരിച്ചു വീഴുന്നുണ്ടായിരുന്നു. തൻ്റെ ബന്ധുക്കളും സ്നേഹിതന്മാരും നായികളും ഓരോരുത്തരായി ജീവനറ്റ് നിലം പതിക്കുന്നത് കണ്ട ദുര്യോധനൻ ശല്യനോടും കൂടുതൽ രാജാക്കന്മാരോടും കൂടി അർജുനനെ നേരിട്ടു. ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട ശിഖണ്ഡി അനുയായികളോടും കൂടി അവിടെ എത്തി. അവൻ ജയദ്രഥൻ, ദുര്യോധനൻ മുതലായ രാജാക്കന്മാരുടെ മുന്നണിയെ ഭേദിച്ചുകൊണ്ട് മഹാമയൻ ഭീഷ്മനോട് ഏറ്റുമുട്ടി. അപ്പോഴേക്കും യുധിഷ്ഠിരനും ഭീമനും നകുല സഹദേവന്മാരും വന്നു ചേർന്നു. എല്ലാവരും കൂടി ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരെ ആക്രമിച്ചു. വധിക്കാനുള്ള ഒരുക്കമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ദുര്യോധനാദികൾ ഭീഷ്മരുടെ ചുറ്റും നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും പാണ്ഡവന്മാരെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ തീക്ഷ്ണമായ ശരങ്ങൾ കൊണ്ട് കൗരവന്മാരെ ശ്വാസം മുട്ടിച്ച പാണ്ഡവന്മാർ നടത്തിയ പോരാട്ടം ഘോരമായിരുന്നു. പക്ഷെ അവർക്ക് ഭീഷ്മരുടെ ശരീരത്തിൽ ഒരു പോറലേൽപ്പിക്കുന്നതിന് പോലും കഴിഞ്ഞിരുന്നില്ല. ഇപ്രകാരം യുദ്ധം കുറേ നേരം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ശിഖണ്ഡിയോട് പറഞ്ഞു, അജയനായ ധ്രുപദന്റെ പുത്രനായി ജനിച്ച വീരാതിവീര്യനായ ശിഖണ്ഡി, ഭീഷ്മനെ കൊല്ലുമെന്ന് എത്ര പ്രാവശ്യമാണ് നീ പ്രതിജ്ഞ ചെയ്തത്? നിന്റെ വീര്യമൊക്കെ എവിടെ പോയി? നീ കാണുന്നില്ലേ ഭീഷ്മർ അജചഞ്ചലനായി നിന്ന് പാണ്ഡവപ്പടയെ കൊന്നൊടുക്കുന്നത്? നീ നിന്റെ പ്രതിജ്ഞ നിറവേറ്റി യശസ് പാലിക്കണമെന്ന് ഞാൻ ആശിക്കട്ടെ. യുധിഷ്ഠിരന്റെ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ ശിഖണ്ഡിയുടെ വാശി വർദ്ധിച്ചു. ഭീഷ്മരെ വധിക്കുകയെന്നുള്ളതാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് കരുതിയിരുന്ന ശിഖണ്ഡിയുടെ ക്രോധാഗ്നി ആളിക്കത്തി. അവൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. പുലിയെപ്പോലെ ചീറിക്കൊണ്ട് ഭീഷ്മരുടെ നേരെ കുതിച്ചു. വിഷലിപ്തമായ അസ്ത്രങ്ങൾ അനവരതം ഭീഷ്മരുടെ നേരെ പ്രയോഗിച്ചു. ഭീഷ്മരുടെ കഥ കഴിഞ്ഞുവെന്ന് പോലും കാണികൾക്ക് തോന്നി. എന്നാൽ തക്ക സമയത്ത് ശല്യൻ ശിഖണ്ഡിയെ തടുത്തു. ശല്യൻ ദിവ്യാസ്ത്രങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടൊന്നും ശിഖണ്ഡിയെ ഭയപ്പെടുകയോ പിൻവാങ്ങുകയോ ചെയ്തില്ല. ശിഖണ്ഡി പ്രത്യസ്ത്രങ്ങൾ അയച്ച് ശല്യന്റെ ദിവ്യാസ്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും അതോടൊപ്പം ഭയങ്കരങ്ങളായ അസ്ത്രങ്ങളെ ശത്രുക്കളുടെ നേരെ വർഷിക്കുകയും ചെയ്തു. പാണ്ഡവന്മാരെല്ലാം ശിഖണ്ഡിയോടൊപ്പം ചേർന്ന് കൗരവരെ എതിർത്തു. ദേവന്മാരും ഗന്ധർവന്മാരും ഈ യുദ്ധം കണ്ട് അത്ഭുതപ്പെട്ടു.
തുല്യനിലയിലുള്ള ഈ യുദ്ധം വളരെ നേരത്തേക്ക് നീണ്ടുനിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മഹാമയൻ ഭീഷ്മർ യുധിഷ്ഠിരന്റെ കൊടിയമരം മുറിച്ചു. ഇത് കണ്ട് കൗരവർ ആർത്തട്ടഹസിച്ചു. ഭീമാർജുനന്മാർ കൗരവരുടെ അനേകം തേരുകൾ ഛിന്ന ഭിന്നമാക്കി. പലരും തേരിൽ നിന്ന് ചാടിയിറങ്ങി. ഗദ, വാൾ തുടങ്ങിയ ആയുധങ്ങളുമായി ദ്വന്ദ്വയുദ്ധത്തിനൊരുങ്ങി. ഭീമനും ജയദ്രഥനുമായി ഗദായുദ്ധം ആരംഭിച്ചു. ജയദ്രഥൻ ക്ഷീണിതനാകുമെന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ ജയദ്രഥനെ സഹായത്തിനെത്തി. അവസാനം ഗദായുദ്ധം ദുര്യോധനനും ഭീമനും തമ്മിലായി. വളരെ സമയം നീണ്ടുനിന്ന അവരുടെ യുദ്ധത്തിന് ഭീമനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞുവെങ്കിലും ദുര്യോധനൻ തൻ്റെ അഭ്യാസ പാടവം കൊണ്ട് എല്ലാവരെയും ആശ്ചര്യപരതന്ത്രരാക്കി. എല്ലാവരും ദുര്യോധനനെ പുകഴ്ത്തി. അനന്തരം പ്രധാന നായകന്മാരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേർപിരിഞ്ഞ് ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. അതിടയ്ക്കിടയ്ക്ക് സങ്കുല യുദ്ധമായി പരിണമിക്കുകയും ചെയ്തു. ഭീഷ്മർ യുധിഷ്ഠിരനോടാണ് ഏറ്റുമുട്ടിയത്. നകുല സഹദേവന്മാർ മാത്രമേ യുധിഷ്ഠിരന്റെ രക്ഷയ്ക്കുണ്ടായിരുന്നുള്ളൂ. യുധിഷ്ഠിരന്റെ വില്ല് മുറിക്കുകയും കുതിരകളെ കൊല്ലുകയും തേര് ഛിന്ന ഭിന്നമാക്കപ്പെടുകയും ചെയ്തു. അവസാനം ഗത്യന്തരമില്ലാതെ യുധിഷ്ഠിരൻ പിന്നോക്കം മാറി. പാണ്ഡവ പക്ഷത്തുള്ള പ്രബലരായ ഏതാനും രാജാക്കന്മാർ ഭീഷ്മരോട് എതിരേറ്റു. എന്നാൽ ഭീഷ്മർ നിഷ്പ്രയാസം അവരുമായി പയറ്റി ഓരോരുത്തരെയും കൊന്നുവീഴ്ത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശേഷിച്ചവരെല്ലാം പിന്മാറി. ദൃഷ്ടദ്യുമ്നൻ കൗരവ സൈന്യത്തെ ശരാചലം കൊണ്ട് മൂടി. അനവധി കൗരവർ മരിച്ചു. ഇത് കണ്ട് കൗരവ നേതാക്കന്മാർ ദൃഷ്ടദ്യുമ്നോട് ഏറ്റുമുട്ടി. എന്നാൽ ആർക്കും അയാളെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ഭീമാർജുനന്മാരും മാനകളും അശ്വങ്ങളെയും കണക്കില്ലാതെ കൊന്നുവീഴ്ത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആദിത്യൻ അസ്തമിച്ചു. ഇരുട്ട് പടർന്നു പിടിക്കുവാൻ തുടങ്ങി. 7-ാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചിട്ടെല്ലാവരും താങ്കളുടെ ശിബിരത്തിലേക്ക് മടങ്ങി. യുദ്ധക്കളമാകെ തലയും കാലും കൈയും അറ്റ ജഡങ്ങൾ കൊണ്ട് നിറഞ്ഞു. മല പോലെ ചത്തുമലച്ച ഗജങ്ങളും എല്ലായിടവും നിരന്നു കിടന്നിരുന്ന അശ്വങ്ങളുടെ ജഡങ്ങളും ചിന്നിച്ചിതറിക്കിടക്കുന്ന തേരുകളും ശോകമൂകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. രക്തം പുഴ പോലെ ഒഴുകി. മണ്ണ് രക്തത്തിൽ കുതിർന്നു. കുറുക്കന്മാരും കാട്ടുജന്തുക്കളും മാംസം തിന്നുവാനായി പടക്കളത്തിലാകെ ചുറ്റി നടന്നു. അങ്ങനെ അന്നത്തെ യുദ്ധം അവിടെ തീർന്നു. ഇനി വരുന്നത് യുദ്ധത്തിൻ്റെ 8-ാം ദിവസമാണ്. സൂര്യോദയത്തിന് മുൻപ് തന്നെ ഇരുവിഭാഗം സൈന്യങ്ങളും പോർക്കളത്തിലെത്തി. വ്യൂഹബന്ധനം നടത്തി. സൂര്യൻ ഉദിച്ചതോടും കൂടി യുദ്ധവും ആരംഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ജയപരാജയങ്ങളൊന്നും ഇരുകൂട്ടരും കണക്കിലെടുത്തില്ല. എങ്ങനെ എതിർപക്ഷത്തെ തോൽപ്പിക്കണമെന്ന് മാത്രമേ ഇരുകൂട്ടുകാർക്കും ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചണ്ഡങ്ങളായ അട്ടഹാസങ്ങളും ഭേരീനാദങ്ങളും ശംഖനാദങ്ങളും ദിങ്മുഖങ്ങളെ മുഖരിതമാക്കി. പൊടിപടലം ആകാശത്തിലേക്ക് ഉയർന്നു. ആദിത്യൻ മറയ്ക്കപ്പെട്ടു. വീരവാദങ്ങളും പോർവിളികളും സമരരംഗത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുഴങ്ങുവാൻ തുടങ്ങി. ഈ സമയത്ത് ദുര്യോധനാദികളാൽ ചുറ്റപ്പെട്ട് ഭീഷ്മർ പോർക്കളത്തിലെത്തി. കഴിഞ്ഞ 7 ദിവസങ്ങളിൽ കണ്ട ഭീഷ്മനെ അല്ല അന്നെല്ലാവരും കണ്ടത്. അദ്ദേഹത്തിന്റെ ശംഖനാദവും മേഘഗർജനം പോലെയുള്ള അട്ടഹാസങ്ങളും പോർക്കളത്തെ മുഴുവൻ വിറപ്പിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് രൗദ്രഭാവം തടുത്തു നിന്നു. സാക്ഷാൽ അന്തകനെ പോലെ ഭീതി ജനിപ്പിക്കുന്ന ഭീഷ്മരുടെ മുഖത്തു നോൽക്കുവാനുള്ള ധൈര്യം പോലും ആർക്കുമില്ലായിരുന്നു. ഭീഷ്മനോട് എതിർക്കുവാൻ യുധിഷ്ഠിരൻ തന്റെ സേനാനായകന്മാർക്ക് ആജ്ഞ നൽകി. ആയിരക്കണക്കിന് യോദ്ധാക്കൾ ഭീഷ്മരെ വളഞ്ഞു. ഭീഷ്മർ നിർഭയനായി അവരോട് ഏറ്റുമുട്ടി. അവരിൽ പലരെയും കൊന്നു. പാണ്ഡവ സൈന്യത്തെ ഛിന്ന ഭിന്നമാക്കി. ഭീഷ്മൻ എതിരില്ലെന്ന നിലയിലായി. ഇത് കണ്ടുകൊണ്ടു നിന്ന ഭീമന് അധിക നേരം വെറുതെ നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ മഹാമയനോട് ഏറ്റുമുട്ടി. പിന്നീട് കുറച്ചു സമയം അവർ തമ്മിൽ നടന്ന യുദ്ധം ഭയാനകമായിരുന്നു. മിന്നലിനെയും തോൽപ്പിക്കുന്ന വേഗത്തിലാണ് ഇരുവരും അസ്ത്രങ്ങൾ വർഷിച്ചത്. ഗദായുദ്ധത്തിലാണ് തനിക്ക് പ്രാവീണ്യമെങ്കിലും ഭീഷ്മനോട് പോലും കടുത്ത ശസ്ത്രയുദ്ധം ചെയ്യുന്നതിനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് ഭീമൻ തെളിയിച്ചു. ഭീമൻ പിതാമഹന്റെ സൂതനെ കൊന്നു. സാരഥി മരിച്ചു വീണപ്പോൾ കടിഞ്ഞാണിന് അയവ് കെട്ടിയ കുതിരകൾ തേരും വലിച്ചുകൊണ്ട് ദൂരത്തേക്ക് ഓടിപ്പോയി. ആ സന്ദർഭം പാഴാക്കാതെ മുന്നിൽ കിട്ടിയ ദുര്യോധന സഹോദരനായ സുനാഭനെ ഒരു ശരം കൊണ്ട് ഭീമൻ കൊന്നുവീഴ്ത്തി. സുനാഭന്റെ മരണമറിഞ്ഞ് മറ്റ് 7 സഹോദരന്മാർ ക്രോധാവേശരായി. പ്രതികാര വാഞ്ചയോടെ അവർ ഭീമസേനോടടുത്തു. അവന്റെ ചുറ്റും നിന്ന് ഉഗ്രമായ ശരവർഷം തുടങ്ങി. ആദിത്യകേതു, ബഹ്വാശി, കുണ്ഡധരൻ, മഹോദരൻ, അപരാജിതൻ, പണ്ഡിതകൻ, വിശലാക്ഷൻ എന്നിവരായിരുന്നു ഈ 7 സഹോദരന്മാർ. കുറച്ചു സമയം അവർ അതിസമർത്ഥമായി ഭീമനോട് യുദ്ധം ചെയ്തുവെങ്കിലും അവസാനം ഭീമൻ അവരെ 7 പേരെയും വധിച്ചു. ഇത്രയും ആയപ്പോഴേക്കും ക്ഷീണിതനായ ഭീമൻ കുറച്ച് വിശ്രമിക്കുന്നതിനായി പിന്നണിയിലേക്ക് പോയി. തൻ്റെ 8 സഹോദരന്മാരുടെ ജഡം കണ്ടപ്പോൾ ദുര്യോധനൻ പൊട്ടിക്കരഞ്ഞു. അവൻ പിന്നണിയിൽ വിശ്രമിക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്കാണ് പോയത്.
ദുര്യോധനന്റെ വ്യസനം കണ്ടപ്പോൾ എന്തോ ആവലാതിയുമായിട്ടാണ് ദുര്യോധനന്റെ വരവെന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. തൻ്റെ 8 സഹോദരന്മാർ കൂടി മരിച്ചുവെന്നും ഇതെല്ലാം ഭീഷ്മരുടെയും ദ്രോണരുടെയും ഉപേക്ഷ കൊണ്ടാണ് സംഭവിച്ചതെന്നും ദുര്യോധനൻ ഭീഷ്മരെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, ഇതൊന്നും ഞങ്ങളുടെ ഉദാസീനത കൊണ്ടല്ല സംഭവിക്കുന്നത്. ധാർത്തരാഷ്ട്രന്മാരെ പടക്കളത്തിൽ എവിടെ കണ്ടാലും ഭീമൻ കൊല്ലും. പാണ്ഡവരെ ജയിക്കുവാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു. നിനക്കത് ഇതുവരെയും വിശ്വാസമായില്ലേ? ഇനി അനുഭവങ്ങൾ കൊണ്ട് വിശ്വസിക്കാം. ഏതായാലും ദൃഢമായി യുദ്ധം ചെയ്യും. ഇനി മറ്റൊന്നും ആലോചിക്കുവാനില്ല. ദുര്യോധനന് ഭീഷ്മരുടെ വാക്കുകൾ അശേഷം തൃപ്തിയായില്ല. അവൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവിടെ നിന്നുപോയി. സൈന്യങ്ങളെ കഠിനമായ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് മധ്യാഹ്നമായപ്പോഴേക്കും പാണ്ഡവന്മാർ അവരുടെ ശ്രദ്ധ മുഴുവൻ ഭീഷ്മവധത്തിനായി കേന്ദ്രീകരിക്കുവാൻ തുടങ്ങി. ഇനിയും ഭീഷ്മരെ വധിക്കുകയാണ് തങ്ങളുടെ ഏക ലക്ഷ്യമെന്ന് കരുതി യുധിഷ്ഠിരൻ അതിനായി ആജ്ഞ കൊടുത്തു. ഈ സന്ദർഭത്തിൽ പാണ്ഡവ പക്ഷത്തിലെ എല്ലാവരുടെയും പ്രതിയോദ്ധാവ് മഹാമയൻ ഭീഷ്മർ മാത്രമായി തീർന്നു. മറ്റാരോടും അവർ എതിർക്കുവാൻ നിന്നില്ല. ഉള്ളിടത്തോളം ശക്തി മുഴുവൻ സംഭരിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഗാംഗേയനെ എതിർത്തു. പാണ്ഡവരുടെ ആശയം മനസ്സിലാക്കിയ കൗരവർ എങ്ങനെയും ഭീഷ്മരെ രക്ഷിക്കുവാൻ തീർച്ചപ്പെടുത്തി. കൗരവ സൈന്യം ഭീഷ്മരുടെ ചുറ്റുപാടുമായി നിലയുറപ്പിച്ചു. വലിയ 2 മഹാസമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്നത് പോലെ ഉഗ്രമായിരുന്നു പിന്നീട് നടന്ന യുദ്ധം. കഴിഞ്ഞ 7 ദിവസങ്ങളിലും ഇത്രത്തോളം ഭയങ്കരമായ യുദ്ധം നടന്നിരുന്നില്ല. ഭീഷ്മർ അക്ഷോഭ്യനായി പാണ്ഡവരുടെ ആക്രമണത്തെ ചെറുത്തു. അദ്ദേഹം ശത്രുക്കളുടെ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ആൾക്കാർക്ക് കൂട്ടം കൂട്ടമായി നിലംപതിപ്പിച്ചു. ഭീമാർജുനന്മാർ അതുപോലെ തന്നെ കൗരവ പടയെയും ഒടുക്കി. യുദ്ധം ശക്തിപ്പെടുന്നതോടൊപ്പം ഇരുപക്ഷത്തും കൂടുതൽ ആളുകളും നേതാക്കന്മാരും എത്തിത്തുടങ്ങി. അക്കൂട്ടത്തിൽ അർജുനപുത്രനായ ഈരാവാനും പാണ്ഡവപക്ഷത്ത് വന്നു ചേർന്നു. അവൻ വരുമ്പോൾ സങ്കുല യുദ്ധം നടക്കുകയാണ്. തൻ്റെ കഴിവ് ശരിക്കും പ്രകടിപ്പിക്കണമെങ്കിൽ ആരോടെങ്കിലും പ്രത്യേകമായി യുദ്ധം ചെയ്യണമെന്ന് ഈരാവാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് ശകുനിയുടെ 6 സഹോദരന്മാർ യുദ്ധത്തിനെത്തിയത്. ഈരാവാൻ അവരോട് ഏറ്റുമുട്ടി. അവർ 6 പേരും അസ്ത്രവിദ്യയിൽ അസാമാന്യമായ ആമർദ്യമുള്ളവരായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് അവർ പോരാടിയത്. എന്നാൽ മഹാപൗരുഷശാലിയും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ നിപുണനുമായിരുന്ന ഈരാവാനോട് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അധികം താമസിയാതെ ഈരാവാൻ അവർ 6 പേരെയും കാലുപുരക്കയച്ചു. തൻ്റെ മാതുലന്മാരിൽ 6 പേരെ ഈരാവൻ കൊന്നുവെന്നറിഞ്ഞപ്പോൾ ദുര്യോധനൻ ഈരാവാനോട് കടുത്ത അമർഷം തോന്നി. എങ്ങനെയും അവനെ കൊല്ലുമെന്ന് ദുര്യോധനൻ ദൃഢനിശ്ചയം ചെയ്തു. നാഗവംശജനായ ഈരാവാനെ കേവലം മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രം സംഹരിക്കുവാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ തൻ്റെ ഇഷ്ടനായ ആർഷ്യശൃംഖി എന്ന രാക്ഷസനെ സമീപിച്ച് ഈരാവാനെ കൊല്ലണമെന്ന് അഭ്യർത്ഥിച്ചു. ആർഷ്യശൃംഖിക്ക് അലംബുഷൻ എന്നും പേരുണ്ട്. പകനെ കൊന്ന കാരണത്താൽ പാണ്ഡവരോട് പകവെച്ച് പുലർത്തുന്നവരാണ് ഈ രാക്ഷസൻ. അവൻ ദുര്യോധനന്റെ അഭ്യർത്ഥന അനുസരിച്ച് പോർക്കളത്തിലെത്തി. ഗാന്ധാരന്മാരെ കൊന്നുകഴിഞ്ഞതിനു ശേഷം തക്ക എതിരാളിയെ കാണാതെ ഉദാസീനമായി കൗരവരെ എതിർത്തുകൊണ്ടിരുന്ന ഈരാവാന്റെ നേർക്ക് അലംബുഷൻ പാഞ്ഞെടുത്തു. ഈരാവാൻ രാക്ഷസനെ നേരിടുവാൻ തയ്യാറായി. അവർ നടത്തിയ യുദ്ധം വർണ്ണനാതീതമായിരുന്നു. രാക്ഷസൻ മായാപ്രയോഗങ്ങളിൽ നടത്തുവാൻ തുടങ്ങി. ചിലപ്പോൾ അനേകം രാക്ഷസന്മാർ കുതിരപ്പുറത്തിരുന്ന് ഈരാവാനെ ഒരുമിച്ച് തീർക്കും. ചിലപ്പോൾ അലംബുഷൻ അപ്രത്യക്ഷനാകും. അപ്രതീക്ഷിതമായ അഗ്നിവർഷവും ശിലാവർഷവും ഉണ്ടാവും. ഇതൊന്നും കൊണ്ട് ഈരാവാൻ പതറിയില്ല. തീക്ഷ്ണങ്ങളായ ശരങ്ങൾ കൊണ്ട് അലംബുഷന്റെ മായാപ്രയോഗങ്ങളെ ഈരാവാൻ പരാജയപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാക്ഷസൻ ആകാശത്തേക്ക് ഉയർന്നു. രാക്ഷസൻ ആകാശത്തിൽ നിന്നും ഈരാവാൻ ഭൂമിയിൽ നിന്നും യുദ്ധം തുടർന്നു. ആകാശത്തേക്ക് ഉയർന്ന രാക്ഷസന്റെ ശക്തി വർദ്ധിക്കുന്നതായി കണ്ടപ്പോൾ പരിഭ്രാന്തരായ ഈരാവാൻ തൻ്റെ വംശജരായ നാഗങ്ങൾ സ്മരിച്ചു. നാഗങ്ങളെത്തി. അവരെ കൊണ്ട് അലംബുഷനെ വെരിഞ്ഞു കിട്ടി. രാക്ഷസൻ തൻ്റെ മായാശക്തി കൊണ്ട് അനേകം ഗരുഡന്മാരെ സൃഷ്ടിച്ചു. ഗരുഡൻ നാഗങ്ങളെ കൊത്തിത്തിന്ന് രാക്ഷസൻ നാഗങ്ങളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. ഇത് ഈരാവാനെ വളരെ നിരാശനാക്കി. അവൻ്റെ വീര്യം നശിച്ചു. അവൻ ദുർബലനായി. ഈ തക്കം നോക്കി രാക്ഷസൻ ഈരാവാനെ വധിച്ചു. പാണ്ഡവന്മാരെല്ലാം ഭീഷ്മവധമെന്ന ഏക ലക്ഷ്യത്തിൽ പോരാടിക്കൊണ്ടിരുന്നതുകൊണ്ട് ഈരാവാനും രാക്ഷസനും തമ്മിലുള്ള ഘോരമായ പോരാട്ടമോ ഈരാവാന്റെ അന്ത്യമോ ഒന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. തുടരും.